ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ടാക്സി ഓടാൻ വേണ്ടി ഒരു വണ്ടി എടുത്തേക്കണാണ്. അത് നമ്മൾ ഈ ട്രവറും ഷിൻചാനും കൂടി പറഞ്ഞെടുത്ത വണ്ടിയാണ് ഗൈസ്. ആ ഓട്ടോ ഓടിയിട്ട് നമ്മളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമുക്കിന്ന് ഇത്തിരി പരിപാടി ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ടാക്സി ഓടാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുക. ഫ്രാങ്കിളണ്ണ, ടാക്സിക്ക് ആദ്യം ആളെ കിട്ടിയ എടാ ഷിൻചാനെ, ടാക്സി ഓടാൻ ആളെ കിട്ടിയ എടാ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ടാക്സി ഓടാൻ ആളൊക്കെ കിട്ടി. ഞാൻ ദേ ആളെ കാണിച്ചത്. ഇതാണ് കൈസ ആള്. ഞാൻ കയറട്ടെ. ചേട്ടാ കയറൂ. ഗൈസ്, അപ്പം നമ്മുടെ ഈ ചേട്ടൻ പറയണ ഫോറസ്റ്റിലോട്ടാണ് പോകേണ്ടതെന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഫോറസ്റ്റിലോട്ട് ഇടാം. ഫ്രാങ്കിളണ്ണ, ഈ ഫോറസ്റ്റ് എവിടെയാണ്? അതാ, ആ ഫോറസ്റ്റ് എവിടെയെന്ന് വെച്ചാൽ എന്താണെന്നാ, ഇവിടെ അടുത്താണ്. ഞാൻ കാണിച്ചു തരാം, നീ എത്തുമ്പോൾ അറിയും. ആ ഫ്രാങ്കിളണ്ണ, ഇവിടെ ഫ്രാങ്കിളിനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഫോറസ്റ്റിലോട്ട് പോകാൻ പോണാണ്. ട്രവറെ, നിനക്ക് ഫോറസ്റ്റിൽ പോകണ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടപ്പെടാണ്ട് നമ്മൾ ഫോറസ്റ്റിലോട്ട് പോകണ്ടേ? അത് തന്നെ, നമ്മൾ ഫോറസ്റ്റിലോട്ട് പോകണം. എന്നാലും വണ്ടി എടുത്തിട്ട് ഞാൻ പറപ്പിക്കണ ഡ്രൈവറെ. നമ്മൾ നേരെ പോകുമ്പോൾ ഫോറസ്റ്റാണ്. നമുക്ക് അവിടെ ആ ചേട്ടനെ ഡ്രോപ്പ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഓട്ടോ കൊടുക്കാൻ പോണത് എന്താണ്, ഈ ഡ്രൈവറിൻ്റെ മറ്റേ ടപ്പുകൊണ്ടനാണ്. ടപ്പുകൊണ്ടൻ ഓട്ടോ എടുത്തോളാന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ ചേട്ടനെ നമുക്കിവിടെ ഇറക്കി വിട്ടേക്കാം. എത്ര രൂപയായി? അത് 300 രൂപ. എന്നാണ് 300 രൂപ. എന്താണ്, ബാക്കി 200 രൂപ നീ ടിപ്പായിട്ട് വെച്ചോ കേട്ടാ ഗായ്സ്. അപ്പോൾ നമുക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ട്. അത് എന്താണ്, 500 ടിപ്പായിട്ട് വെച്ചോ എന്നാണ് ഗൈസ് പറഞ്ഞേക്കണത്. നമുക്ക് 2-3 ട്രിപ്പൊക്കെ അടിക്കാം ഗായ്സ്. ഇതേ ദാമോണ്ണ ഇടൂ ട്രിപ്പൊക്കെ തരുന്നേ ഗായ്സ്. നമ്മുടെ ദാമോണൻ്റെ കൂട്ടൻ ട്രിപ്പ് ബുക്ക് ചെയ്തെന്ന് പറയായിരുന്നു. ഇതേ ഫ്രണ്ടിനെ നേരെ വിട്ടോ, ഞാൻ പറയുന്ന സ്ഥലത്ത് ചെന്ന് നിർത്തിയ മേരി ഗായ്സ്. നമ്മുടെ ദാമോണൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ദാമോണ്ണൻ പറയുന്ന സ്ഥലത്ത് നിർത്താനാണ് പറഞ്ഞത്. ദാമോണൻ്റെ കൂട്ടുകാരൻ മാറിപ്പോയി, ദാമോണ്ണൻ നായിപ്പോണാണ് ഗായ്സ്. ഇത് എനിക്ക് വേണ്ടി സ്ഥലം ഏതെന്ന് വെച്ചാൽ ഞാൻ പിരിഞ്ഞ് തരും. നീ നേരെ അങ്ങോട്ട് പോക്ക് ലെഫ്റ്റ്. ഈ ലെഫ്റ്റ് കഴിഞ്ഞിട്ട് എന്താ നേരെ അങ്ങനെ പരപ്പിച്ച് വിട്ടോ. ആ ദാമോണ്ണൻ്റെ കൂട്ടുകാരാ. ബ്രോൻ്റെ പേരെന്താ? അത് എൻ്റെ പേരാണ് ഡിങ്കോദരൻ. എന്നെ ഇനി മുതൽ എന്നെ ഡിങ്കോദരൻ ചേട്ടാന്ന് വിളിച്ചാൽ മതി ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ചേട്ടനെ ഇനി മുതൽ ഡിങ്കോദരൻ ചേട്ടൻ എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. ലെഫ്റ്റ്. ഡിങ്കോദരൻ ചേട്ടൻ എന്തിനാ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണേ? എനിക്ക് 2-3 വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. നമ്മുടെ ഡിങ്കോദരൻ ചേട്ടൻ പറഞ്ഞത് 2-3 വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. ഡിങ്കോദരൻ ചേട്ടാ, എന്താണ് എത്ര രൂപയെന്ന് വെച്ചാൽ നമുക്ക് തന്നാൽ മതി. നമുക്ക് എത്ര രൂപയാണെങ്കിൽ സീൻ്റെ എന്നാ ഫ്രാങ്കിളിന് നീ ഒരു 2000 രൂപ വെച്ചു ഇന്നാ ഗൈസ്. അപ്പോൾ നമ്മുടെ ഡിങ്കോദരൻ ചേട്ടൻ 2000 രൂപ എന്ന് ഗൈസ്. നല്ല ലാഭമാണ് ഗൈസ്. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഓട്ടോ വിൽക്കണം ഗൈസ്. ഓട്ടോ വിൽക്കാനായിട്ട് നമുക്ക് പറ്റിയ ആൾ എന്താ ട്രവർ പറഞ്ഞ മറ്റേ ടപ്പുമാണ് ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ആ ഫോർച്യൂണറിനെ അലോയ് കയറ്റാനുള്ളതാണ്. എടാ ടവറെ, ഫോർച്യൂണറിനെ അലോയ് കയറ്റാൻ വേണ്ടേ? ഫോർച്യൂണറിനെ അലോയ് കയറ്റണം. എടാ ഷിൻചാനെ, നീ പറ, ഫോർച്യൂണറിനെ അലോയ് കയറ്റണ വേണ്ടേ? അലോയ് കയറ്റിയാലാണ് വണ്ടിയുടെ പൂർണ്ണ ലുക്കാവുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് ഗൈസ്. വണ്ടീൻ്റെ ബ്രേക്കിങ് കൂട്ടാനുണ്ട് ഗൈസ്. ബ്രേക്കിങ് ഇത്തിരി കുറവാണ്. എന്നാലും ഇടുങ്ങിയ സ്ഥലത്തൊക്കെ നല്ലോണം വളക്കാൻ പറ്റുന്നുണ്ട്. ഫ്രാങ്കിളണ്ണ, ഞാൻ പറയണ ലൈവിൽ വെച്ചാൽ മതി. ആടാ ഷിൻചാനെ,
ആദ്യം നമുക്ക് സസ്പെൻഷൻ ചെയ്യാം. എടാ ഷിൻചാൻ സസ്പെൻഷൻ കൂട്ടണോ കുറക്കണോ? ഫ്രാങ്കിലാണ് ആ ബാക്കിലത്തെ സസ്പെൻഷൻ ഫുള്ള് കിട്ടും. അവിടെ ഷിൻചാനെ ഫ്രണ്ടിൽ ഇത്തിരി കൂട്ടിയാൽ മതിയാ. ഫ്രണ്ടിൽ ഇത്തിരിയും കൂടി കൂട്ടിക്കോ. ബാക്കിൽ ഇത്തിരി കുറക്കണടാ. ഏട്ടാ പറയാ നീ ബാക്കിൽ കുറക്കണം. ഇവിടെ ബാക്കിൽ ഇത്തിരി കുറച്ചോ, ഇത്തിരി ഓവറാണ് സസ്പെൻഷൻ. അല്ലെങ്കിൽ വേണ്ട, വീലിൻ്റെ സൈസ് ഇത്തിരി കൂട്ടു. അവിടെ ഡ്രൈവറെ വീലിൻ്റെ സൈസ് കൂട്ടാം. അപ്പോൾ നമ്മുടെ വീൽ സൈസ് കൂട്ടിയിട്ടുണ്ട്. എടാ ഷിൻചാനെ ഡ്രൈവറെ ഇനി അടുത്ത് ഈ വീല് മതിയാ. വേണ്ട 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 ഫ്രാങ്കിളിനെ, ഇതാ ഇതും വേണ്ട, ഇതാ ഇത് മതി. ഗൈസ് നമ്മുടെ ഡ്രൈവറൊക്കെ പറഞ്ഞ് ഈ വീല് മതി എന്നാണ്. ഗൈസ് വണ്ടിയിലോട്ട് നൈട്രോ കയറ്റാം. സ്മോക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലേ ഗൈസ്. ബ്രേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. റേസിംഗ് ബ്രേക്ക് വെക്കാം ഗൈസ്. ബോഡി കളർ ഏത് കാണോ ഡ്രൈവർ ഷിൻചാനെ? അതാ ബോഡി കളർ വൈറ്റ് അടിച്ചാലോ. എടാ വൈറ്റ് അല്ലേ വണ്ടി കിടക്കണത്? ആണോ? എന്നാ ബ്ലാക്ക് അടിച്ചോ ഡ്രൈവറെ. ബ്ലാക്ക് മതിയാ? ഓട് ബ്ലാക്ക് മതി. ഇനി റിമ്മിൻ്റെ കളർ ഏതാ വേണ്ടത്? അത് കളർ നമുക്ക് ഒരു പ്രത്യേക പച്ചടിച്ചാൽ അയ്യേ ഡ്രൈവറാണ് വേണ്ടട്ടാ, ഈ കളർ മതി. അപ്പോൾ നമ്മുടെ ഷിൻചാൻ പറഞ്ഞ അല്ലെങ്കിൽ വൈറ്റ് മതി. വൈറ്റ് അല്ലേ ഇതിൽ കിടന്ന, എന്നാൽ നേരത്തെ എടുത്ത കളർ മതി. ഇത് നമ്മുടെ ഷിൻചാൻ പറയുന്നുണ്ട് ഡ്രൈവർ ഏതോ പൊട്ടക്കാട്ട കളറും പറഞ്ഞ്. ഗൈസ് നമുക്ക് ഗ്ലാസ് ഇട്ടിട്ട് ഇൻ്റടിച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇറക്കാം ഗൈസ്. ഇനി വണ്ടിക്ക് ബ്രേക്കിംഗ് കിട്ടുമോ നോക്കാം ഗൈസ്. ഇപ്പോൾ നമുക്ക് വണ്ടീൻ്റെ വ്യൂ ഒന്ന് കറക്റ്റ് ചെയ്യാം ഗൈസ്. ഓ ഗൈസ് വണ്ടി ഇപ്പോൾ സീനായി ഗൈസ്. ഭയങ്കര കൺട്രോളിങ് കിട്ടുന്നുണ്ട്. നിങ്ങൾ കണ്ടോ ഗൈസ്? വണ്ടീൻ്റെ സസ്പെൻഷൻ കൂട്ടിയത് കൊണ്ട് കണ്ടോ ഗൈസ്? ഭയങ്കര സ്പീഡിൽ കയറുന്നുണ്ട് ഇതൊക്കെ. ഓഹോ ഗൈസ് വണ്ടി മറിഞ്ഞ് ഗൈസ്. സസ്പെൻഷൻ ശരിയാവൂല ഗൈസ്. ഇത്രയും വലിയ സസ്പെൻഷൻ ശരിയാവോ ഗൈസ്? ഗൈസ് നമ്മുടെ സസ്പെൻഷൻ ഒരു പൊടിക്ക് കുറക്കാം. എന്നാൽ ഡ്രൈവറെ ഷിൻചാനെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കാരണോടെ ഇത്രയും വലിയ കട സസ്പെൻഷൻ വെച്ചത്. എന്നാലേ സസ്പെൻഷൻ ഇതിൽ കുറക്ക്. നേരത്തെ വണ്ടി പറഞ്ഞല്ലേ. ശിവന്മാർ പറഞ്ഞത് ഇടക്കിടക്ക് കാര്യമായിട്ടുള്ള കാര്യം പറയും, ഇടയ്ക്ക് ഇവന്മാർ പൊട്ടത്തരം പറയും ഗൈസ്. അതാണ് ഇവന്മാരുടെ മണ്ടത്തരം ഗൈസ്. ഈ സാധനം വന്ന് തുറന്നിട്ട് നമ്മൾ കയറിയപ്പോൾ നമ്മുടെ സസ്പെൻഷൻ കിട്ടി തുറക്കാൻ നിൽക്കലായിരുന്നു ഗൈസ്. ഗൈസ് ഇനി നമുക്ക് വീലിൻ്റെത് ഇതെന്താണ്? എനിക്ക് സ്റ്റിക്കറൊന്നും വേണ്ട. നമ്മൾ സ്റ്റിക്കറിൻ്റെ ഇതിലാണ് പോയത്. നമുക്ക് വീലിൻ്റെ ഇതെടുത്തിട്ട് സസ്പെൻഷൻ കുറക്കാം ഗൈസ്. ബാക്കിൽ സസ്പെൻഷൻ അത്യാവശ്യം കിടക്കട്ടെ ഗൈസ്. ഇത്തവണ നമുക്ക് സസ്പെൻഷൻ ലോ ചെയ്യാം. ഡ്രൈവർ ഷിൻചാൻ ലോ ചെയ്താൽ പോലും ഇത്തവണ. ആ ഫ്രാങ്കിലാണല്ലോ സസ്പെൻഷൻ നല്ലോണം ലോ ചെയ്തോ. ഫ്രണ്ടിൽ ഇത്തിരിയും കൂടി കൂടുതൽ ലോ ചെയ്തോ. ബാക്കിലും ലോ ചെയ്തോ ഗൈസ്. അപ്പോൾ ഇവന്മാർ പറഞ്ഞ പോലെ സസ്പെൻഷൻ ലോ ചെയ്തിട്ടുണ്ട് ഗൈസ്. ലോ ചെയ്താൽ നല്ല പവറായിരിക്കും ഗൈസ്. ഗൈസ് ഇനി വണ്ടി ഒരു തുള്ളിപ്പോലും അറിയൂല ഗൈസ്. വണ്ടീൻ്റെ കൺട്രോൾ നോക്കി ബ്രേക്ക് പിടിച്ചിട്ട് അപ്പം തന്നെ നിൽക്കണമുണ്ട് ഗൈസ്. ഗൈസ് വലിയ സസ്പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ വണ്ടി കത്തിച്ച് വരണേ. ഓ ഗൈസ് നമ്മൾ നേരത്തെ മറിഞ്ഞ സ്ഥലമാണ് ഗൈസ് ഇത് ഗൈസ്. വണ്ടീൻ്റെ കൺട്രോൾ കണ്ട ഗൈസ്. ഭയങ്കര ഈസി ആയിട്ട് വളക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഏത് വണ്ടിയാണ് കൊണ്ടുവരേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഗൈസ് പിന്നെയും വഴി തെറ്റി. നമുക്ക് ഇവിടെ നിങ്ങളോട് വളക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ടേണിങ് റേഡിയസ് ഉണ്ട്. മൊറ്റടിക്ക് അങ്ങോട്ട് വളച്ച് ഗൈസ്. ഗൈസ് ഈ ഒരു വളവ് നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വളച്ചെടുക്കാം ഗൈസ്. ഞാൻ അങ്ങോട്ട് വളച്ചെടുത്തിട്ടുണ്ട്. ഒരു സാധനം കാണിച്ചിട്ട് ഗൈസ്. ഗൈസ് ഭയങ്കര വേറെ കയറിയില്ല ഗൈസ്. ഇനി ഓട്ടോ നമുക്ക് പുറത്തോടെ എടുത്ത് വെക്കണം. നാളെ നമ്മുടെ ഓട്ടോ വിൽക്കാനുള്ള ആൾ വരും. ഇന്ന് നമുക്ക് ഫോർച്യൂണർ ഇങ്ങോട്ട് വളച്ച് കയറ്റിയിടാം. നമ്മുടെ ഈ വണ്ടി അങ്ങാട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ സെറ്റ് ഗൈസ്. ഇനി ഈ ചീഞ്ഞ ഓട്ടോ നമുക്ക് ഇവിടെ നിന്ന് കളയാം.
ട്രവറെ ഷിൻചാനെ നിങ്ങൾ വരണ്ട ബാക്കിൽ. ഞാൻ ബാക്കിൽ ഓട്ടോ പുറത്തോട്ട് വെക്കണ കാണാൻ വരും. അതിന് വേണമെങ്കിൽ വന്നോ. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പം തന്നെ നമുക്ക് അടുത്തൊരു പരിപാടി. ഈ ഓട്ടോ പുറത്ത് വെച്ചിട്ടേ ഗൈസ് ഒറ്റ മൈൻഡ്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ ഈ ഓട്ടോ വേണോ? എടൂ ഞാനൊരു ഓട്ടോ മേടിക്കാൻ നിൽക്കണായിരുന്നു. ഈ ഓട്ടോ എനിക്ക് തരൂ ചേട്ടാ. ഈ ഓട്ടോ വേണമെങ്കിൽ ചേട്ടൻ എടുത്തോ ഗൈസ്. അപ്പോൾ ചേട്ടൻ ഓട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നാൽ താക്കോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടാ. എൻ്റെ നമ്പർ 225555 ആണ്. ചേട്ടൻ GPay ഇട്ടാൽ മതി ഗൈസ്. അപ്പോൾ നമുക്ക് ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓട്ടോയിൻ്റെ കാര്യം ശരിയായി ഗൈസ്. ഇനി നമുക്ക് ഈ ഫോർച്യൂണർ വളച്ചിടാം ഗൈസ്. നമ്മൾ വളക്കാണ്ടിട്ടേക്കണല്ലായിരുന്നു ഗൈസ്. ഇനി വണ്ടി അങ്ങാട് നല്ലോണം സൂക്ഷിച്ച് വളക്കാം. എടാ നിങ്ങൾ വണ്ടി കയറണ്ട, ഞാൻ വെറുതെ വളക്കാൻ കയറിയതാ. എന്നാലും ഒരു രസത്തിന് എന്നാ കയറിക്കോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് XUV ആണ് ഗൈസ്. ഫസ്റ്റ് SUV ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഗുഡ് ബൈ.